അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്നായി മാറിയതോടെ ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ഭാവി എങ്ങനെ? ഒരാഴ്ചക്കിടെ ട്രംപ് 4 തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ബെസ്റ്റ് ഫ്രണ്ടായ മോദി ഒഴിഞ്ഞു മാറിയെന്നാണ് ഒരു ജർമ്മൻ പത്ര റിപ്പോർട്ട്. അതേതായാലും പടക്കോപ്പ് ഇടപാടുകളിൽ ഒരു മാറ്റവുമില്ല. $100 കോടി ചെലവിട്ട് തേജസ് യുദ്ധവിമാനങ്ങൾക്കുള്ള 113 എഞ്ചിനുകൾ വാങ്ങാനുള്ള കരാർ നടപടി മുന്നോട്ട്. ട്രംപിന്റെ ഇരുട്ടടിയിൽ കയറ്റുമതി മേഖല കടുത്ത പ്രതിസന്ധിയിൽ. മലയോര മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധം ഭൂപതിവ് ചട്ട ഭേദഗതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. കൃഷിക്കും വീട് പണിയാനും ലഭിച്ച ഭൂമിയിൽ ഉപാധികൾക്ക് വിധേയമായി ഫീസ് അടച്ച് ഇനി വാണിജ്യ പ്രവർത്തനമാകാം. തിരുവനന്തപുരം വിമാനത്താവള നവീകരണത്തിന്റെ ആദ്യഘട്ടത്തിന് കരാറായി. അദാനി എയർപോർട്ട് ഹോൾഡിംഗ് ലിമിറ്റഡിന് കീഴിലുള്ള നിർമ്മാണ കമ്പനിയായ ITDക്കാണ് 600 കോടിയുടെ കരാർ. ഉപകരാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ 14 ലക്ഷം ചതുരശ്ര അടിയിൽ പുതിയ ഓഫീസ്. പ്രതിമാസ വാടക 9.5 കോടിയോളം രൂപ. കൊച്ചിയിൽ കിൻഫ്ര ക്ലസ്റ്ററിൽ 690 കോടിക്ക് 37 ഏക്കർ വാങ്ങാൻ ഒരുക്കം. തിയേറ്ററിലും OTTയിലും മലയാള സിനിമകളുടെ ഓണം ഘോഷയാത്ര. ഹൃദയപൂർവ്വം, ലോക, സർക്കിട്ട്, ധീരൻ തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് ഈ ദിവസങ്ങളിൽ ആരാധകരിലേക്ക് എത്തുന്നത്. മലയാളികൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ എത്തുന്ന സമയം കൂടിയാണ് ഓണക്കാലം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.